നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു. മാച്ച് ദ ഫോളോയിങ്. നമുക്ക് ഇവിടെ കുറച്ച് രണ്ട് സെക്ഷനിലായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അവയെ തമ്മിൽ മാച്ച് ചെയ്യണം, കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം നിങ്ങൾ. ഇവിടെ എ സെക്ഷനിൽ തന്നിട്ടുള്ളത് ടെലസ്കോപ്പ്, ദ മൊണാലിസ, ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, ദ സ്കൂൾ ഓഫ് ആഥൻസ്, ഗട്ടാമലെറ്റ, ലോക്കോമോട്ടീവ്, ലോറൻസോ ഗിബർട്ടി, ഇത്രയും കാര്യങ്ങളാണ്. അടുത്ത ബി സെക്ഷനിൽ തന്നിട്ടുള്ളത് ഡൊണാറ്റെല്ലോ, ആർക്കിടെക്ചർ, ഗലീലിയോ ഗലീലി, ജോർജ് സ്റ്റീഫൻസൺ, മൈക്കലാഞ്ചലോ, ലിയനാർഡോ ഡാവിഞ്ചി, റാഫേൽ, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ എ സെക്ഷനിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളവ ബി സെക്ഷനിൽ നിന്ന് നമ്മൾ മാച്ച് ചെയ്തെടുക്കണം. ഒന്നാമത്തത് ടെലസ്കോപ്പ്. ടെലസ്കോപ്പ് ഇതിൽ ടെലസ്കോപ്പ് കണ്ടുപിടിച്ച ആരാണ്? ഗലീലിയോ ഗലീലി ആണല്ലോ. അപ്പോ ടെലസ്കോപ്പ് ഗലീലിയോ ഗലീലി. അതേപോലെ ബാക്കിയെല്ലാം മാച്ച് ചെയ്യാം. ഈ മാച്ച് ദ ഫോളോയിങ്ങിന്റെ ഫുൾ ആൻസർ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള മൊഡ്യൂൾ റിനൈസൻസ് ഇൻ സയൻസ്, അതായത് നവോത്ഥാനം ശാസ്ത്രത്തിൽ. യു ഹാവ് ലേൺഡ് ദാറ്റ് ദ Sun is the center of the solar system and all planets including the earth revolve around it. Have you, അതായത് എന്താണ്, സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം. സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് സൂര്യനാണ്. മറ്റെല്ലാ ഗ്രഹങ്ങളും ഇൻക്ലൂഡിങ് എർത്ത് ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ഗ്രഹങ്ങളും പ്ലാനറ്റ്സും എന്ത് ചെയ്യുന്നു? സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നു. But formerly it was believed that the earth was the center of the universe. എന്നാൽ ആദ്യകാലത്ത് വിശ്വസിച്ചിരുന്നത് എർത്താണ് യൂണിവേഴ്സിന്റെ സെന്റർ എന്നുള്ളതാണ്. In the Renaissance period, this belief was proven false. അതായത് ഈ നവോത്ഥാന കാലഘട്ടത്തിലാണ് ഈ ഒരു വിശ്വാസം തെറ്റാണ് എന്ന് തെളിയിച്ചത്. Copernicus propounded the theory of the solar system and announced that the earth revolves around the sun. അതായത് കോപ്പർനിക്കസ് തിയറി ഓഫ് ദി സോളാർ സിസ്റ്റം, അതായത് സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചു. And announced that the earth revolves around the sun. എർത്താണ് സണ്ണിന് ചുറ്റും കറങ്ങുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. Later, Galileo Galilei invented the telescope and using it, he scientifically proved that the theory put forward by കോപ്പർനിക്കസ് വാസ് ട്രൂ. അതിനുശേഷം ഗലീലിയോ ഗലീലി ടെലസ്കോപ്പ് ഇൻവെന്റ് ചെയ്തു, ടെലസ്കോപ്പ് കണ്ടുപിടിച്ചു. ആൻഡ് യൂസിങ് ഇറ്റ്, ഇത് ഉപയോഗിച്ച് ഹി സയന്റിഫിക്കലി പ്രൂവ്ഡ് ദാറ്റ് ദ തിയറി പുട്ട് ഫോർവേഡ് ബൈ കോപ്പർനിക്കസ് വാസ് ട്രൂ. അദ്ദേഹം സയന്റിഫിക്കലി, അതായത് ശാസ്ത്രപരമായിട്ട് പ്രൂവ് ചെയ്തു. എന്താണ്? കോപ്പർനിക്കസ് കണ്ടുപിടിച്ച സണ്ണാണ് ഒരു സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്നും സണ്ണിന് ചുറ്റും ബാക്കി പ്ലാനറ്റ്സ് കറങ്ങുകയാണ് എന്നുമുള്ള കാര്യങ്ങൾ സത്യമാണ് എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്യുകയും ചെയ്തു. ഗലീലിയോ ഗലീലി. സൈഡിൽ കണ്ടോ ഗലീലിയോസ് ടെലിസ്കോപ്പ്. ഗലീലിയോയുടെ ഈ ടെലിസ്കോപ്പ് ഉപയോഗിച്ച്, ടെലിസ്കോപ്പ് എന്ന് വെച്ചാൽ ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആ കോപ്പർനിക്കസിന്റെ സൗരയൂഥ സിദ്ധാന്തം ശരിയാണ് എന്ന് തെളിയിച്ചു. It became easier to propagate the Renaissance ideas widely among the masses with the invention of the printing press by Gutenberg. അതിനുശേഷം പിന്നീട് എന്താ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ, ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോടുകൂടി റിനൈസൻസിനെ കുറിച്ചുള്ള റിനൈസൻസ് ഐഡിയാസ് അല്ലെങ്കിൽ നവോത്ഥാന ആശയങ്ങൾ മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൂടുതൽ എളുപ്പമായി എന്നാ പറയുന്നത്. അപ്പോൾ ഈ പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ച ആരാണ്? പ്രിന്റിംഗ് പ്രസ് ഇൻവെന്റഡ് ബൈ ഗുട്ടൻബർഗ്. ടെലസ്കോപ്പ് ഇൻവെന്റഡ് ബൈ ഗലീലിയോ ഗലീലി. പിന്നെ ഇത്രയും കാര്യങ്ങളാണ്. താഴെ ജോഹാൻസ് ഗുട്ടൻബർഗിന്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് ഗുട്ടൻബർഗിന്റെ പ്രിന്റിംഗ് പ്രസ്സും കൊടുത്തിട്ടുണ്ട്. The printing press was invented by a German blacksmith Johannes Gutenberg in 1439. 1439 ജർമ്മൻ ബ്ലാക്ക് സ്മിത്ത് ആയ ജോഹാൻസ് ഗുട്ടൻബർഗ് പ്രിന്റിംഗ് പ്രസ് ഇൻവെന്റ് ചെയ്തത്, കണ്ടുപിടിച്ചത്. ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് റീപ്ലേസബിൾ വുഡൻ ആൽഫബറ്റ്സ്. അതായത് ഇതെന്ന് പറയുന്നത് മരം കൊണ്ട് നിർമ്മിച്ച, വുഡിൽ നിർമ്മിച്ച ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു. അത് ഇളക്കി മാറ്റാൻ പറ്റുന്നതായിരുന്നു, റീപ്ലേസബിൾ ആണ്. The invention of printing created a new reading culture. ഈ പ്രിന്റിംഗ് പ്രസ് അല്ലെങ്കിൽ അച്ചടിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തം ഒരു പുതിയ വായനയുടെ ലോകം തന്നെ തുറന്നു എന്ന് വേണമെങ്കിൽ പറയാം. This resulted in revolutionary changes in the diffusion of knowledge. Gradually the technology spread to other. സാധാരണ പോലെ, അതായത് ക്രമേണ ഈ ഒരു ടെക്നോളജി മറ്റു കോണ്ടിനെന്റ്സിലോട്ട് വ്യാപിക്കുകയാണ് ഉണ്ടായത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അടുത്ത പറയാൻ പോകുന്ന ദ റീഫോർമേഷൻ. അതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതായത് റീഫോർമേഷൻ എന്ന് വെച്ചാൽ മത നവീകരണം. അടുത്ത ദ റിനൈസൻസ് ഹാഡ് എ സ്റ്റേ ഇൻ ദ റിലീജിയസ് സ്ഫിയർ ആൾസോ. ഈ നവോത്ഥാന ആശയങ്ങൾ മതപരമായ രംഗത്ത് ദ റീഫോർമേഷൻ.
അതായത് 16th സെഞ്ചുറിയിൽ അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിൽ, ക്രിസ്ത്യാനിറ്റി എന്ന് വെച്ചാൽ ക്രൈസ്തവ സഭയിൽ, യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റി എന്ന് വെച്ചാൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിൽ ഉണ്ടായ ഒരു റിഫൈൻമെന്റ് അല്ലെങ്കിൽ പരിഷ്കരണമാണ് എന്ത് പറയുന്നത്, റീഫോർമേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ദ റിഫൈൻമെന്റ് അണ്ടർവെന്റ് ബൈ ദ യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റി ഇൻ ദ 16th century is known as Reformation. മാർട്ടിൻ ലൂതർ ലെഡ് ദിസ് മൂവ്മെന്റ് വിച്ച് ബിഗാൻ ഇൻ ജർമ്മനി. ഈ റീഫോർമേഷൻ എന്നൊരു ആ ഒരു ഇത് ബിഗാൻ ചെയ്തത് അല്ലെങ്കിൽ തുടങ്ങി വെച്ചത് എവിടെയായിരുന്നു? ജർമ്മനിയിലായിരുന്നു. അതിന് നേതൃത്വം നൽകിയത് മാർട്ടിൻ ലൂതർ ആയിരുന്നു. അപ്പോൾ ഇവിടെ റീഫോർമേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് റീഫോർമേഷൻ എന്ന് വെച്ചാൽ ദ റിഫൈൻമെന്റ് അണ്ടർവെന്റ് ബൈ ദ യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റി ഇൻ ദ 16th century ഈസ് നോൺ ആസ് റീഫോർമേഷൻ. യൂറോപ്പിലെ ക്രിസ്തീയ സഭയിലുണ്ടായ റിഫൈൻമെന്റ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു പരിഷ്കരണം ഏത് നൂറ്റാണ്ടിൽ? 16-ാം സെഞ്ചുറിയിൽ, 16th centuryയിൽ ഉണ്ടായ ആ റിഫൈൻമെന്റിനെയാണ് നമ്മൾ റീഫോർമേഷൻ എന്ന് പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് മാർട്ടിൻ ലൂതർ ആയിരുന്നു. എവിടെയാണ് ഇത് തുടങ്ങി വെച്ചത്? എവിടെ? ജർമ്മനിയിലാണ്. The refinement underwent by the European Christianity in the 16th century is known as the Reformation. Martin Luther led this movement. ഈ മൂവ്മെന്റ് ലീഡ് ചെയ്തത് ആരായിരുന്നു? മാർട്ടിൻ ലൂതർ, വിച്ച് ബിഗാൻ ഇൻ ജർമ്മനി. ജർമ്മനിയിലാണ് ഇത് തുടങ്ങി വെച്ചത്, ബിഗാൻ ചെയ്തത്. അടുത്ത നമ്മൾ പറയുന്നത് ഇൻ സെർച്ച് ഓഫ് സീ റൂട്ട്സ്, സമുദ്രമാർഗങ്ങൾ തേടി. We have seen that Turks had conquered Constantinople. നമ്മൾ കണ്ടതാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി എന്നായിരുന്നു 1453. This dismantled the trade relation between Europe and Asia. യൂറോപ്പും ഏഷ്യയും തമ്മിൽ നിലനിന്നിരുന്ന വ്യാപാര ബന്ധങ്ങൾക്ക് ഇതൊരു തടസ്സമായി. It necessitated the European traders to discover new sea routes to Asia. ഇത് എന്താണ്? യൂറോപ്പിലെ വ്യാപാരികൾക്ക് ഏഷ്യയിലോട്ട് പുതിയ സീ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നിർബന്ധിതരാക്കി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ is the result of the changes in the manufacturing sector. With the advent of machines, increased the production, decreased the production cost and improved the quality of products. ഈ വലിയൊരു ഡെഫിനിഷൻ കേട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട, നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് ദി ചേഞ്ചസ് ഇൻ ദ മാനുഫാക്ചറിംഗ് സെക്ടർ. മാനുഫാക്ചറിംഗ് സെക്ടർ അല്ലെങ്കിൽ ഉൽപാദന രംഗത്ത് ഉണ്ടായ ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങളെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഉൽപാദന രംഗത്ത് മാനുഫാക്ചറിംഗ് സെക്ടറിലുണ്ടായ ചേഞ്ചസ് ആണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് ദി ചേഞ്ചസ് ഇൻ ദ മാനുഫാക്ചറിംഗ് സെക്ടർ. മാനുഫാക്ചറിംഗ് സെക്ടറിലുണ്ടായ ചേഞ്ചസിന്റെ റിസൾട്ടാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ചേഞ്ചസ് വന്നത് എന്നുള്ളതാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. വിത്ത് ദ അഡ്വെന്റ് ഓഫ് മെഷീൻസ്, മെഷീൻസിന്റെ അഡ്വെന്റ്, കടന്നുവരവ്, അതായത് യന്ത്രങ്ങളുടെ കടന്നുവരവ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഇൻക്രീസ് പ്രൊഡക്ഷൻ, അതായത് ഉൽപാദനം ഇൻക്രീസ് ചെയ്യുക, കൂടുക. മൂന്നാമത്തെ പോയിന്റ് ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ കോസ്റ്റ്. പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഉൽപാദന ചെലവ് ഡിക്രീസ് ചെയ്യുക, കുറയുക. ആൻഡ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്. പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, ഉയർത്തുക, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് കൂടുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് ദി ചേഞ്ചസ് ഇൻ ദ മാനുഫാക്ചറിംഗ് സെക്ടർ. മാനുഫാക്ചറിംഗ് സെക്ടറിലുണ്ടായ മാറ്റങ്ങളുടെ റിസൾട്ടിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ മാനുഫാക്ചറിംഗ് സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നുള്ളതാണ് അടുത്ത പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ്? അഡ്വെന്റ് ഓഫ് മെഷീൻസ്, യന്ത്രങ്ങളുടെ കടന്നുവരവ്. അഡ്വെന്റ് എന്ന് വെച്ചാൽ കടന്നുവരവ്. അപ്പോൾ അഡ്വെന്റ് ഓഫ് മെഷീൻസ് ഒന്നാമത്തത്. രണ്ടാമത്തെ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക. മൂന്ന് ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ് ഡിക്രീസ് ചെയ്യുക. നാലാമത് ഇംപ്രൂവ്ഡ് ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്, പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒന്നും കൂടെ നമുക്ക് പറയാം. ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് ദി ചേഞ്ചസ് ഇൻ ദ മാനുഫാക്ചറിംഗ് സെക്ടർ വിത്ത് ദ അഡ്വെന്റ് ഓഫ് മെഷീൻസ്, ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ, ഡിക്രീസ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് ഇംപ്രൂവ്ഡ് ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ്. ഇതാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്താണ് എന്ന് ചോദിച്ചാലുള്ള ഡെഫിനിഷൻ. മനസ്സിലായല്ലോ എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ബിഗാൻ ഇൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എവിടെയാണ് ആരംഭിച്ചത് എന്നുള്ളത്.
ആൻസർ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇൻവെൻഷൻസ് ഡ്യൂറിംഗ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സമയത്ത് ഉണ്ടായ കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് ഫ്ലൈയിങ് ഷട്ടിൽ. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെ. എന്താണ് ഫ്ലൈയിങ് ഷട്ടിൽ? അത് കണ്ടുപിടിച്ചത് ജോൺ കെ. ക്ലോത്ത് മാനുഫാക്ചർ അല്ലെങ്കിൽ തുണി നിർമ്മാണത്തിലാണ് ഈ ഫ്ലൈയിങ് ഷട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെ. അടുത്ത രണ്ടാമത്തത് സ്പിന്നിങ് ജെന്നി. സ്പിന്നിങ് ജെന്നി അത് കണ്ടുപിടിച്ചത് ജെയിംസ് ഹർഗ്രീവ്സ്. ആരാണ്? ജെയിംസ് ഹർഗ്രീവ്സ്. ഇതും ക്ലോത്ത് മാനുഫാക്ചർ എന്ന വിഭാഗത്തിലാണ് വരുന്നത്. അപ്പോൾ സ്പിന്നിങ് ജെന്നി, ജെയിംസ് ഹർഗ്രീവ്സ്, ക്ലോത്ത് മാനുഫാക്ചർ. അടുത്തത് സ്റ്റീം എൻജിൻ. സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. ആവിയന്ത്രം അല്ലെ? സ്റ്റീം എൻജിൻ അല്ലെങ്കിൽ ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് വാട്ട്. ഇത് ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം എന്ന ഒരു മേഖലയിലാണ് വരുന്നത്. അടുത്തത് ലോക്കോമോട്ടീവ്. ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീഫൻസൺ. ജോർജ് സ്റ്റീഫൻസൺ. ഇതും ട്രാൻസ്പോർട്ടേഷൻ എന്ന മേഖലയിലാണ് വരുന്നത്. അപ്പോൾ ഇത് നാലെണ്ണം മനസ്സിലായല്ലോ. ഒന്ന് ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെ, വരുന്നത് ക്ലോത്ത് മാനുഫാക്ചർ. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹർഗ്രീവ്സ്, വരുന്നത് ക്ലോത്ത് മാനുഫാക്ചർ. സ്റ്റീം എൻജിൻ ജെയിംസ് വാട്ട്, ഇത് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ. അടുത്തത് ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീഫൻസൺ, അതും വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ എന്ന മേഖലയിലാണ്. അടുത്ത ഇവിടെ പറഞ്ഞിട്ടുള്ളത് റിനൈസൻസ് ബിഗാൻ ഇൻ ഇറ്റലി. അതായത് നവോത്ഥാനം ആരംഭിച്ചത് എവിടെയാണ്? ഇറ്റലിയിൽ. അടുത്ത റിഫോർമേഷൻ ബിഗാൻ ഇൻ ജർമ്മനി. റിഫോർമേഷൻ അല്ലെങ്കിൽ എന്താണ്? മത നവീകരണം. അതെവിടെയാണ് ആരംഭിച്ചത്? ജർമ്മനി. അതിനെ ലീഡ് ചെയ്തത് ആരാണ്? മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതർ ആണ് അത് ലീഡ് ചെയ്തത്. അടുത്ത ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായ വിപ്ലവം ആരംഭിച്ചത് ബിഗാൻ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. അപ്പൊ ഇത് മൂന്നെണ്ണം പഠിച്ചു വെച്ചിരിക്കുക. റിനൈസൻസ് ഇറ്റലി, റിഫോർമേഷൻ ജർമ്മനി, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇംഗ്ലണ്ട്. റിഫോർമേഷന്റെ ലീഡർ മാർട്ടിൻ ലൂതർ. അപ്പോൾ ഈ മാച്ച് ദ ഫോളോയിങ്ങിന്റെ ആൻസർ നമുക്ക് നോക്കാം. ടെലസ്കോപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഗലീലിയോ ഗലീലി. അടുത്ത ദ മൊണാലിസ. മൊണാലിസയുടെ ആൻസർ ഏതാണ്? ലിയനാർഡോ ഡാവിഞ്ചി. പിന്നെ അടുത്തത് ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അന്ത്യവിധി. ഇതാരതാണ്? മൈക്കലാഞ്ചലോ. മൈക്കലാഞ്ചലോയുടെയാണ് ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്.